ക്രിക് ടോക്സ് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളി കാണാത്തവർക്ക് നഷ്ടം. വാട്ട് എ ത്രില്ലർ മാച്ച്. ഇന്നലത്തെ മുംബൈ വേഴ്സസ് RCB മത്സരം കണ്ടിട്ടില്ലെങ്കിൽ ആരും നഷ്ടം കേട്ടോ. അത് പറയാനുള്ള കാരണം അത്രയും ത്രില്ലടിപ്പിച്ച് കണ്ട പോരാട്ടമായിരുന്നു. കൃണാൽ പാണ്ഡ്യയുടെ പ്രകടനത്തിന് മുമ്പിലാണ് മുംബൈ വീണത്, അത് സത്യമാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ മുംബൈക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കളി കൈമ കിട്ടിയ കളി എങ്ങനെയാണ് കൊണ്ട് കളയുക എന്നാണ് ഇന്നലെ മുംബൈ കാണിച്ചു തന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ സ്കോർ എന്ന പിച്ചിൽ പറക്കും നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു 170 150 ഒക്കെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. 164 റൺസിലേക്ക് മാത്രമേ 166 റൺസിലേക്ക് മാത്രമേ മുംബൈ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇന്നലെ ഇപ്പോ നമ്മുടെ RCBയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ ടോസ് കിട്ടിയിട്ട് ചൂസ് ബോൾ എടുത്തു. ഇന്നലെയും ഹാർദിക് പാണ്ഡ്യ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിലെ റിക്കിൾട്ടനും ഷർമിയും കൂടിയാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. റിക്കിൾട്ടൻ 4 പന്തിൽ 2 റൺസ് എടുത്തിട്ട് മടങ്ങുന്നു. ആദ്യത്തെ ഓവറിൽ തന്നെ റയാൻ റിക്കിൾട്ടനെ ഭുവനേശ്വർ കുമാർ പറഞ്ഞയക്കുന്നു. VP സീസണിൽ എന്തൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രൈമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 ഭുവിയില്ലേ, അതുപോലൊരു ഭൂമിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇന്നലെയും അദ്ദേഹം 4 വിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. പിന്നെ രോഹിത് ശർമ്മ 2 സിക്സ് അടിക്കുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് 2 സിക്സ് ഒക്കെ അടിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് കാര്യം അനുസരിച്ചിട്ടില്ല. അദ്ദേഹത്തിനെയും ഭുവനേശ്വർ കുമാർ തന്നെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഭുവി മുംബൈന്റെ പ്രധാനപ്പെട്ട 2 ഓപ്പണേഴ്സിനെ പറഞ്ഞേക്കുന്നു. പിന്നെ നമാൻഡീർ ഗ്രീസിലുണ്ട്. പക്ഷെ സൂര്യകുമാർ യാദവ് ഗോൾഡൻ ടക്ക് ആയിട്ട് പോകുന്നു. ആ ഘട്ടം നിങ്ങൾ നോക്കണം. സൂര്യകുമാർ യാദവിനെ ഗോൾഡൻ ടക്കിൽ പറഞ്ഞു വിടുന്നു. 2.5 ബോളിലാണ് രോഹിത് ശർമ്മ പോകുന്നത്. തൊട്ടടുത്ത പന്തിൽ, ആ പന്തിൽ അവസാനത്തെ ഓവറിലെ അവസാനത്തെ പന്തിൽ സൂര്യകുമാറിനെ പറഞ്ഞേക്കുന്നു. പിന്നെ നമാൻഡീറും നമ്മുടെ തിലക് വർമ്മയും കൂടി ടീമിനെ മെല്ലനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. പക്ഷെ നമാൻഡീർ സലാം താറിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആകുന്നു. 47 റൺസ് എടുത്ത് നമാൻഡീർ പോകുന്നു. പിന്നെ തിലക് വർമ്മ ഇന്നലെ 57 റൺസ് എടുത്ത് അദ്ദേഹം ഒരു മോശമല്ലാത്ത രീതിയിൽ കളിച്ചു. ആ പിച്ചിനോട് കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്ത് അദ്ദേഹം കളിച്ചിട്ടുള്ള കാര്യം സംശയങ്ങളില്ല. അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുന്ന ഭുവനേശ്വർ കുമാർ തന്നെ. അതാണ് പറഞ്ഞത്, ഭുവി ഇപ്പൊ പ്രൈമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിൽ ജാക്സന്റെ വിക്കറ്റ് ഷെപ്പേർഡ് എടുക്കുമ്പോൾ രാജ്ബാബുവിനെ ജോഷീസിലൂടെ പറഞ്ഞേക്കുന്നു. ദീപക് ചഹറും കോർബിൻ ബോഷും ഔട്ട് ഔട്ട് അയക്കുന്നു. അങ്ങനെ 166 റൺസ്. ശരിയാണ്, ആ പിച്ചില് 166 ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്കോർ തന്നെയാണ്, ടോട്ടലാണ്. അത് സംശയങ്ങളും വരാം. പിന്നെ മുംബൈയിലെ പോലത്തെ ലോകോത്തര ബോളേഴ്സിന്റെ ടീമിന് ഇതൊക്കെ പറ്റേണ്ടതാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, സെക്കൻഡ് ഇന്നിങ്സില് ആദ്യത്തെ ഓവറിൽ തന്നെ ജേക്കബ് ബെത്തല് അടിയങ്ങൾ തുടങ്ങി 2 4 അടിച്ചു. പക്ഷെ ആ ഓവറിൽ സാക്ഷാൽ കിങ് കോഹ്ലിനെ ഗോൾഡൻ ഡക്ക് ആക്കിയിട്ട് പറഞ്ഞേക്കുന്നു ദീപക് ചഹർ. അദ്ദേഹം അടിക്കാൻ ശ്രമിക്കുന്നു, മിഡ് ഓഫിൽ ക്യാച്ച് ആവുന്നു. പിന്നെ 2ാമത്തെ ഓവറിലും അദ്ദേഹം അവരെ സ്ട്രഗിൾ ചെയ്യുന്നു. 3ാമത്തെ ഓവറിലും വിക്കറ്റ് പോകുന്നു. അങ്ങനെ 3 ഓവർ ആകുമ്പോഴത്തേക്ക് RCB 2 വിക്കറ്റ്. പവർ പ്ലേ കഴിയുമ്പോഴത്തേക്ക് RCB 47-3 എത്തി. പക്ഷേ പിന്നെയാണ് കൃണാൽ പാണ്ഡ്യയുടെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മൊത്തം പുറത്തെടുത്ത് കളിച്ച കളി ഇന്നലെ കണ്ടത്. കാരണം ഇപ്പോ മുംബൈ യഥാർത്ഥത്തിൽ 6 ഓവറിൽ 43-3 എന്ന നിലയിലുണ്ടായിരുന്നു. 47-3. പിന്നെ ബെത്തലും കൃണാൽ പാണ്ഡ്യയും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബെത്തിൽ 27 പന്തിൽ 27. തിലക് വർമ്മയുടെ കോർബിൻ ബോഷിന്റെ പന്തിൽ തിലക് വർമ്മ ക്യാച്ച് എടുത്ത് ഔട്ട് ആകുന്നു. അദ്ദേഹം 27 റൺസ് എടുത്തു അല്ല. പക്ഷേ ടിം ഡേവിഡ് ആവട്ടെ ഗോൾഡൻ ടക്ക് ആയിട്ട് മടങ്ങുന്നു. ജിതേഷ് ശർമ്മ 12 പന്തിൽ 18. അങ്ങനെ മുംബൈ കളി പിടിക്കുന്ന കാഴ്ച. പക്ഷെ അപ്പോഴും ഒരു ഭാഗത്ത് കൃണാൽ പാണ്ഡ്യ തന്റെ എക്സ്പീരിയൻസ് പുറത്തെടുത്ത് കളിക്കുന്ന കാഴ്ച കണ്ടില്ലേ. മികച്ച രീതിയിൽ അദ്ദേഹം ഹിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും ആർക്കും വേണ്ട. അദ്ദേഹം 46 പന്തിൽ 73 റൺസ് അടിച്ച് ഔട്ടാകുന്നു. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ 17ാമത്തെ ഓവറിന്റെ 17ആണോ 18ആണോ ഒരു സംശയം കണ്ട് എനിക്ക്. പക്ഷെ ആ ഒരു ഓവറിൽ ഗസൻ ഫെർണാൻഡിന്റെ ഓവറാണത്. ആ ഓവറിൽ തന്നെ കൃണാൽ പാണ്ഡ്യ ഔട്ടാവുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചത്, ആദ്യത്തെ പന്തിൽ അദ്ദേഹം അടിക്കുന്നുണ്ട്. അത് നമൻദീർ ക്യാച്ച് എടുക്കുന്നു. ക്യാച്ച് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ബൗണ്ടറിയുടെ പ്രഭവം അദ്ദേഹം പോകുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പുറം എറിഞ്ഞു കൊടുക്കുന്നു. പക്ഷേ തിലക് വർമ്മ അത് ക്യാച്ച് പിടിക്കുന്നില്ല. അത് അവർ റൺസൊന്നും വേണ്ടിയിട്ടില്ല. പക്ഷേ ആ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഷുവറാണ് മുംബൈ ജയിച്ചിരുന്നത്. കാരണം ഇപ്പൊ ഷെപ്പേർഡ് അടിക്കുന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഷെപ്പേർഡ് കഴിഞ്ഞ 2-3 കളി അടിക്കാൻ പറ്റില്ല. പിന്നെ സ്പിന്നേഴ്സിനൊന്നും ഷെപ്പേർഡ് അത്ര വലിയ സ്ട്രൈക്ക് റേറ്റ് ബാറ്റ് വീശിയിട്ടുമില്ല.
അപ്പൊ കൃണാൽ പാണ്ഡ്യ, പക്ഷെ ആ ഒരു കൃണാൽ പാണ്ഡ്യന്റെ ക്യാച്ച് എടുക്കാത്തതുകൊണ്ട് തന്നെ കൃണാൽ പാണ്ഡ്യ അതിന് പണിഷ് ചെയ്യുന്നു, 2 സിക്സറുകൾ കൊടുക്കുന്നു. പിന്നെ ലാസ്റ്റ് പന്തിൽ തിലക് വർമ്മയുടെ ഒരു സൂപ്പർ ക്യാച്ചിന്റെ സംശയങ്ങൾ വേണ്ട. അപ്പോഴേക്കും അവർക്ക് ജയിക്കാൻ സാധ്യത കൂടി. പിന്നെ 12 പന്തിൽ 18 റൺസാണ്. പിന്നെ ആരാ വന്നത്? റാസിഖ് സലാമും റമാരിയു ഷെപ്പേർഡും. ആ ഓവർ ജസ്പ്രീത് ബുംറയ്ക്ക് 3 റൺസാണ് ആ ഘട്ടത്തിൽ വിട്ടെടുക്കുന്നത്. അവസാന ഓവറിലേക്ക് 15 റൺസ്. ഹൈ ഡ്രാമ മാച്ചാ. 15 റൺസാണ് അവർക്ക് വേണ്ടത് ജയിക്കാൻ. ഈ 15 റൺസ് വേണ്ട സമയത്ത് ഷെപ്പേർഡും റാസിഖ് സലാമും തന്നെ ആദ്യത്തെ പന്തിൽ വൈഡാകുന്നു. രണ്ടാമത്തെ പന്തിൽ നോ ബോൾ ആണ്. പക്ഷേ ഷെപ്പേർഡിന് അടിച്ചിട്ട് പോയിട്ടില്ല. ഫ്രീ ഹിറ്റ് സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നെ വീണ്ടും വൈഡ്. അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ ഡോട്ട് ബോൾ ആവുന്നു. ഷെപ്പേർഡ് ഔട്ട് ആകുന്നു. അപ്പൊ കളി മുംബൈ ഏകദേശം ഉറപ്പിക്കുന്നു. കാരണം 8 വിക്കറ്റ് പോയി. ഇനിയിപ്പോ ഭുവനേശ്വർ കുമാർ വരെ. ഭുവനേശ്വർ കുമാർ ഹിറ്റൊക്കെ ചെയ്യും. നല്ല പ്ലെയർ ഒക്കെയാണ്, സംശയങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നിപ്പോ ജയിക്കാൻ വേണ്ട റൺസ് എത്ര? 10 റൺസ് വേണം. എത്ര പന്തിൽ? 3 പന്തിൽ 10 റൺസാണ് വേണ്ടത്. വൈഡ് എറിയുന്നു. 3 പന്തിൽ 9 റൺസ് ആവുന്നു. അദ്ദേഹം 6 അടിക്കുന്നു. 2 പന്തിൽ 3 റൺസിലേക്ക് എത്തുന്നു. ഭുവനേശ്വർ കുമാർ ഫസ്റ്റ് പന്തിൽ 6 ആണ്. 2 പന്തിൽ 3 റൺസ്. പിന്നെ സിംഗിൾ ഇടുന്നു. ഒരു ബോളിലേക്ക് 2 റൺസ്. ആ ബോളർ കൈമിൽ പിടിക്കുന്നില്ല. മിഡോണിലേക്ക് ബോൾ പോകുന്നു. ഇപ്പോൾ എറിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഓടിയെത്തുന്നു. അങ്ങനെ തോറ്റതോടുകൂടി മുംബൈ ഇന്ത്യൻസ് രണ്ടാമത്തെ ടീമായി, IPL നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി മാറി. അവര് ഇത്രയും വലിയ ടീം വെച്ചിട്ട് എങ്ങനെയാ തോറ്റതെന്ന് ഇപ്പൊ അവരുടെ ആരാധകർ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. ക്രിക്കറ്റ് ലോകത്ത് എല്ലാ മികച്ച പ്ലേയേഴ്സും അവർക്കാണ്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അവരുടെ ബോളിംഗ് യൂണിറ്റ് എടുത്താൽ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ടും ദീപക് ചഹറും ഷാർദുൽ താക്കൂർ അടങ്ങുന്ന ബോളിംഗ് യൂണിറ്റ്, സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അല്ലാഹ് സൽഫറും നമ്മുടെ വിൽ ജാക്സും ഒക്കെ അടങ്ങുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാൻഡർ ഉൾറോട്ടൊന്നും മറക്കുന്നില്ല. ബാറ്റിംഗിലാവട്ടെ രോഹിത് ശർമ്മയും റിക്കിൾട്ടനും സൂര്യകുമാറും തിലകും ഹാർദിക്കുമുള്ള ബാറ്റിംഗ് വരെയാണ് ഇങ്ങനെ തകർന്നടിയുന്ന കാഴ്ച കണ്ടത്. ഏതായാലും മുംബൈ ആരാധകർക്ക് അത്ര നല്ല ടൂർണമെന്റ് ആയിരുന്നില്ല മുംബൈ ടീമിനും. അപ്പൊ ക്രിക്കറ്റ് ലോകത്ത് എല്ലാ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.